ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ഇറക്കി മണ്ഡലത്തിൽ അട്ടിമറി വിജയമാണ് UDF ലക്ഷ്യമിടുന്നത്. നാട്ടുകാരനായ VPP മുസ്തഫയിലൂടെ കോട്ട കാക്കാനാണ് LDFന്റെ ശ്രമം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സവിശേഷതകളേറെയുള്ള മണ്ഡലമാണ് തൃക്കരിപ്പൂർ. 1977 നീലീശ്വരം മണ്ഡലം പുനർനിർണയിച്ച് തൃക്കരിപ്പൂർ മണ്ഡലം രൂപീകൃതമായതു മുതൽ ഇതുവരെ ഇടതുപക്ഷം മാത്രമാണ് ഇവിടെ വിജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26,137 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു LDFന്റെ വിജയം. എന്നാൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ 10,448 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഭൂരിപക്ഷം തിരിച്ചുപിടിച്ചെങ്കിലും അത് 6,010 കുറഞ്ഞു. ഇത്തവണ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടാനാവുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് മണ്ഡലത്തിനുടനീളം കിട്ടുന്നത്. ജനങ്ങൾ വലിയൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു തവണ ഒരു അവസരം UDFന് കൊടുക്കണമെന്നുള്ളൊരു പൊതുവികാരം ഇവിടെ തൃക്കരിപ്പൂരിലുണ്ട്. 2 മുഖ്യമന്ത്രിമാരെയും ഒരു പ്രതിപക്ഷ നേതാവിനെയും സമ്മാനിച്ച തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം എന്നും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാവുമെന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലം LDFന് നിലനിർത്താനാകും എന്നുള്ളത് ആത്മവിശ്വാസമല്ല, ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയമായ ഒരു കിടപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂർ മണ്ഡലം LDFനോടൊപ്പം നിൽക്കും. മണ്ഡലത്തിൽ NDA വോട്ട് ശതമാനം ഉയർത്തുന്നുണ്ട്. 2011 5,450 വോട്ടായിരുന്നു BJPക്ക്. ഇത് 2021 ഇരട്ടിയായി വർദ്ധിച്ചു, 10,961 വോട്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 17,085 വോട്ടായി ഉയർന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8,529 കുറഞ്ഞു. ഇത്തവണ മണ്ഡലത്തിൽ NDAക്ക് വേണ്ടി 2020 മത്സരരംഗത്തുള്ളത്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.